സ്വന്തരാണിയും നീ സ്വന്തരണ്യം നീ ഇന്ദ്രജാലമാണ് ക്രിയോപാട്രയോ നീ ഡിസ്റ്റിമോണിയം രാവിരങ്ങിക്കൊന്ന താരമേ തേരിറങ്ങിക്കൊന്ന തിങ്കളേ ഏതൻ തോട്ടം തുലഞ്ഞിന്റെ വേദിയിൽ ഏഴാം സ്വർഗം സ്വന്തരാണി നീ സ്വന്തരണ്യം എങ്ങോട്ട് പോകുന്നു? എങ്ങോട്ടും പോകുന്നില്ല, ഇങ്ങോട്ട് തന്നെ വന്നെ. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? അപ്പനെ കാണുന്നത്. എന്തിനാ എന്നെ കാണുന്നത്? അതപ്പനെ അറിയത്തില്ലേ? എന്നിട്ടാണോ സുമതി കുഞ്ഞമ്മയുടെ മോൻ അശോക മേനവനുമായിട്ട് നിനക്കൊരു ഇത്? കബഡി മത്സരത്തിൽ അവർ എങ്ങനെയോ ജയിച്ചെന്ന് കണ്ടപ്പോ നീ ഇവിടെ കിടന്ന് ഉറങ്ങി തുള്ളുന്നുണ്ടല്ലോ. ജയിക്കുന്നവരാരായാലും ഒരു അഭിനന്ദിക്കുന്നതിൽ എന്താ തെറ്റ്? അന്യനൊന്നും അല്ലല്ലോ, അതും എന്റെ അമ്മയുടെ മോൻ തന്നെയല്ലേ. അത്രയ്ക്കും ഇഷ്ടമാണെങ്കിൽ നിനക്ക് അവനെ തന്നെ കെട്ടിയാ പോരെ? ഇഷ്ടമുള്ളവരൊക്കെ എല്ലാവരും കെട്ടല്ലേ? നിങ്ങൾ നേരെ നോക്കിയാ കീരിയും പാമ്പും പോലാണ്. മാനസ സരോവരത്തിൽ കൂമ്പി വിടർന്നു നിൽക്കുന്ന ഒറ്റ താമര എന്റെ ശകുന്തള. അകം പിടിക്കാൻ ഇരുപുറവും രണ്ട് നെയ്യാമ്പലുകൾ, അനസൂയയും പ്രിയമതയും. താതകണ്ണൻ തവോ ഭൂവിൽ നിന്ന് ഇനി മടങ്ങിയെത്തിയില്ലേ ശകുന്തളെ? എത്തിയില്ലേ ശകുന്തളെ? ശകുന്തള ലജ്ജയോടെ എത്തിയിട്ടില്ല നാഥ, എത്തിയിട്ടില്ല നാഥ. കൃഷ്ണകുട്ടി പ്രവൃത്തി ചെയ്തിട്ടില്ലേ? ഈ ക്യാപ്ഷൻ നിങ്ങളുടെ പ്രവർത്തനം പറ്റില്ല. പറ്റില്ല. എന്റെ ഞാൻ ആരും മാറ്റി തിന്നണം, ഞാൻ തിന്നണം. എന്റെ ക്യാപ്ഷൻ ഞാൻ കൊടുക്കില്ല, തരില്ല 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 തരില്ല. പ്ലീസ്, അരുത്. ഞാൻ എന്ത് വേണേലും ചെയ്യാം, പോവരുത്. എന്ത് വേണമെങ്കിലും ചെയ്യൂ. വേണ്ട, ഞാൻ പോയി പറഞ്ഞേക്കാം. പറയരുത് പ്ലീസ്. പിന്നെ വാക്ക് മാറരുത്. സത്യം. എന്തൊരു സത്യം, ഞാൻ പോയി പറഞ്ഞേക്കാം. പറയരുത്. ശരി, എങ്കിലേ എന്നോട് പറ ഐ ലവ് യു. രാസകുമാരിയുടെ സൈനല്ലേ? ദൈവം ഏത് ഗതികെട്ടാണ് ശകനം കണ്ടോണ്ടാണ് ഇറങ്ങി പുറപ്പെട്ടത്. കണ്ട കുരുത്തക്കട കാണിച്ചിട്ട് കിടന്ന് ഉറങ്ങുന്നില്ലേ? യോ തമിഴാചേട്ടാ എവിടെ? തമിഴാചേട്ടാ പൊട്ടി നിന്നാണ് തമിഴാചേട്ടാ എവിടെ നിന്ന്? എനിക്ക് അറിഞ്ഞൂടാ. നീയല്ലേ പറഞ്ഞ എല്ലാരും കയറിയെന്ന്? എനിക്ക് ഓർമ്മയില്ല. നീ എന്താ കണ്ണു പിടിച്ചിരുന്നോ? ഓർമ്മയില്ല പോലും. ദൈവം അങ്ങനെ അവന്മാരുടെ കൂടെ തല്ലിക്കൊന്നു. ദൈവത്തിനാണ് തമ്പ്രാൻ എന്തെങ്കിലും പറ്റിയ നിന്നെ വലിച്ചു കയറി അടുപ്പത്ത് വയ്ക്കും ഞാൻ. അങ്ങനെ കയറാത്തിന് ഞാൻ എന്ത് വേണം? നീ ഇങ്ങോട്ടിറങ്ങി തല കുത്തിക്കടി. പിന്നെ എന്റെ തലയ്ക്ക് ഓടല്ലേ കാട്ടുവഴിയിൽ ഇറങ്ങി തലയിൽ കുത്തി. അപ്പൊ നിനക്ക് അറിയാല്ലേ കാറ്റ് വഴിയാണെന്ന്? ഇവിടെ എന്തിനാണ്? ഇവിടെ വന്നതാ. ഇതിന്റെ വഴി കൂടെ മരണപ്രാളം പിടിച്ച് ഓടിയപ്പം നിന്റെ അപ്പനാണല്ലോ ചൂട്ടും പിടിച്ച് ഫ്രണ്ട് ഓടിയത് വഴി അടിച്ചത്. അടുക്കളയിൽ ചമ്മന്തി അരച്ചരച്ച് എന്റെ നഖം തേങ്ങില്ലാണ്ടായി. നീ നിന്റെ നഖത്തിൽ പെയിന്റ് ഒടിച്ചോണ്ട് ഇവിടെ ഇരുന്നോ? എന്റെ ഒരു തലയിലെഴുത്ത്. എന്റെ നന്ദന്റെ കല്യാണങ്ങൾ തമ്മിൽ 3 ദിവസത്തെ ഗ്യാപ്പേ ഉള്ളൂ. അവന്റെ കുഞ്ഞിന് 6 മാസമായി. ഇനി 6 മാസം കഴിയുമ്പോ ആ കൊച്ചിന് 1 വയസ്സാവും. അതൊരു വലിയ കാര്യമൊന്നുമല്ല. അമ്മേ എന്നുള്ള വിളിയൊക്കെ നിനക്ക് ആഗ്രഹമില്ലെങ്കിൽ അച്ഛാന്നുള്ള വിളിയൊക്കെ എനിക്ക് ആഗ്രഹമുണ്ടേ. അമ്മേ എന്നൊരു വിളി കേൾക്കാൻ എനിക്ക് ഒട്ടും ആഗ്രഹമില്ല. എന്റെ കൊച്ചനെ മമ്മി എന്ന് വിളിച്ചാൽ മതി. മമ്മിന്നോ മങ്കിന്നോ നിനക്ക് ഇഷ്ടമുള്ള പോലെ വിളിപ്പീര്. പക്ഷെ ആര് വിളിക്കൂടി? എന്തോ ഇത്ര ധൃതി. നാരില്ലെങ്കിൽ ശരിക്കും എൻജോയ് ചെയ്തിട്ട് മതി ഒരു കുട്ടിയൊക്കെ. അയ്യോ, ഈ മൊട്ടത്തലയും കൊണ്ട് എൻജോയ് ചെയ്തേച്ചാലും ഞാൻ മുടി മുറിച്ചതിനെ ചൊല്ലി മേലാൽ എന്നെ കുറ്റപ്പെടുത്തരുതെന്ന് ഉണ്ണിയേട്ടനോട് പല ആവർത്തി ഞാൻ പറഞ്ഞതാണ്. അയ്യോ, ഞാൻ നിർത്തി